ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിലായിട്ട് ഗെയിമായിട്ടുണ്ട് വന്നേ. ഇതിൽ നമ്മളൊരു വെറൈറ്റി ബസ്സാട്ടോ എടുത്തത്. നമ്മളെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായിട്ടുള്ളൊരു ബസ് വയനാട് നട്ടോ നമ്മളെടുത്തത്. ഇതിനെ ഒരു മോഡിലൂടെ കൊണ്ടുവന്നതാണ്. ഇതിൽ വണ്ടിക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. വേണമെങ്കിൽ കിറ്റ് ഒഴിവാക്കാം. കണ്ടോ, അടിയിലെ കിറ്റ് ഒഴിവാക്കാം. ഞാനിപ്പോൾ കിറ്റ് ഇടുന്നുണ്ട്. പിന്നെ കണ്ടോ, ഈ സൈഡ് ഡോറൊക്കെ തുറക്കാം. പിന്നീട് ഈ ഫ്രണ്ടത്തെയും തുറക്കാം. ഇങ്ങനെ 3 ഓപ്ഷൻസും കൂടിയാണ് ഈ വണ്ടിക്ക് വരുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ഈ തേർഡ് ഓപ്ഷൻ ഇട്ട് കളിക്കാം. അതായിരിക്കും കുറച്ചും കൂടി സുഖം. ടൂർ മോഡാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. കണ്ടോ, വയനാടൻ ബൗൺസർ ആട്ടോ അത്. മറ്റേ വയനാടൻ ഞാൻ പിന്നെ എടുത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഒരു ഇതിലിട്ട് കളിക്കാം. ഓക്കെ ഗൈസ്, വണ്ടി നന്നായിട്ട് പോകുന്നുണ്ടല്ലേ. ഓക്കെ, നല്ല വലിവുണ്ട്, നല്ല കൺട്രോളിങ്. പക്ഷേ ഈ ഫ്രണ്ടിൽ ബൗൺസർ നേരി അതിലുള്ളതുകൊണ്ട് വിസിബിലിറ്റി ലേശം കുറയുന്നുണ്ട്. അതിൻ്റെ ഗ്ലാസ് ഒത്തിരി ചെറുതായിട്ട് എനിക്ക് തോന്നി. ആ 2 മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇപ്പം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ബൗൺസറിന് സെൻട്രൽ ഏരിയയില്ല, അത് ഇത്തിരി വിസിബിലിറ്റി കുറയ്ക്കുന്നുണ്ട്. ഉള്ളൊക്കെ കിട്ടില്ലെന്ന് തന്നെ കേട്ടോ. അയ്യോ, ബ്ലോക്ക്. അപ്പം ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് നോർമലായിട്ടുള്ള ഫസ്റ്റ് 1/4 വിഷ്വലിലിട്ട് കളിച്ചുകൂടെയെന്ന്. അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ലൊരു റിയാലിറ്റി ഫീൽ ചെയ്യില്ല. കണ്ടോ, ഇങ്ങനത്തെ കളിച്ചാൽ സുഖമല്ല. ഞാനിപ്പോൾ ഇൻറ്റീരിയർ വിഷനിട്ടല്ല എല്ലാ ഇതിലും കളിക്കാറ്. അത് 2/4 ആണ് ഇൻറ്റീരിയർ വിഷൻ. കണ്ടോ, വയനാട് ഗ്ലാസും ചെറുതാല്ലേ അതിൻ്റെ. ഗൈസ്, സ്പീഡ് ലേശം കുറവാണ്. സ്പീഡിൽ എവിടെയോ എന്തോ ലേശം കുറവാണ്. അയ്യോ, എന്തത് 95 അതിന് മാത്രം എന്തപ്പോൾ ഉണ്ടായി. പിന്നെ കൈസ് ഒരു ബൈക്ക് അടിച്ചിട്ടുണ്ടല്ലേ. അപ്പം കൈസ് എൻ്റെ ഇത് മാത്രമല്ല, ഞാൻ പുതിയതായിട്ട് എടുത്തൊരു വണ്ടി ചൈത്രം എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബസ്സിനാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ വണ്ടി ഇട്ട് കളിക്കേണ്ടവർ ഈ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ വണ്ടിയും കൊണ്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ഫുൾ സപ്പോർട്ടിൽ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് നമ്മളെ മറ്റേ വോൾവോ പോലെ തന്നെയാണ്. ഇതിനെ മറ്റേ റൂട്ട് കാണിക്കുന്ന TV ഉണ്ടോ, ചെറുത്. അപ്പോൾ ഗൈസ്, പുറത്തുനിന്നൊക്കെ കുറച്ച് സൗണ്ട് ഉള്ളത്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാട്ടോ, അമ്മയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് ലേശം സൗണ്ട് ഉള്ളതാണ് കേട്ടോ. ഒരുത്ത മാത്രം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ സൗണ്ട് ഉണ്ടാക്കാണ്ട്. രണ്ടാൾക്കാരിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ, ഒരാളല്ല, സോറി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയാണ്. ഇവിടുന്നാണ് ആളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ആൾക്കാർ വയനാട് കണ്ടാൽ എന്തായിരിക്കും റിയാക്ഷൻ നോക്കാം. ഓ, തട്ടുവോടെ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വയനാട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ അവൻ്റെ അമ്മേൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വയനാട്ടിലാണ്. അപ്പം ഞാനെന്ത് ചെയ്തിപ്പോൾ വയനാട്ടിലാണല്ലോ, അതുകൊണ്ട് വയനാട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ആൾക്കാർ എന്താ കയറാത്ത? ഇവിടുന്ന് ഇതിലൂടെയൊക്കെ കയറുന്നത്. സ്കിപ്പ്. ഓക്കെ,
പക്ഷേ ആ റിവേഴ്സ് പോയാൽ മതിയായിരുന്നു. ഓക്കെ, തട്ടൂലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്ത്യൻ ഡിവിഷനിൽ തന്നെ കളിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. പറയുന്ന പോലെ അല്ലടാ, അത്യാവശ്യം നല്ല സ്പീഡുള്ള വണ്ടി തന്നെയാണ് കേട്ടോ അത്. പക്ഷേ സ്പീഡ് കറക്റ്റ് പണിയാണ്. നല്ല കൺട്രോളുള്ള വണ്ടിയാട്ടോ അത്. ചേട്ടാ ഇതെന്താ വലിയ ബ്ലോക്കാണല്ലോ. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ 2 കസിൻസ് നിൽക്കുന്നുണ്ടെന്ന്. അതിലൊരുത്തൻ്റെ പേര് അദിക് രാജ് എന്നാണ്. അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, എഡിറ്റ് മുഖ്യ എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം കേട്ടോ. ഇതെന്തത്? ഓക്കെ കഴിഞ്ഞു. ഓ ഗായ്സ്, നമ്മൾ ഇത് അടിച്ചാണ്ടല്ലോ, ഫ്ലാഷ് അടിച്ചാൽ ആൾക്കാർ മാറി തരുന്നുണ്ട്. ഓക്കെ, ഹാങ്ങും പിങ്ങുണ്ടോ? ഓക്കെ ഉണ്ട് ഗായ്സ്, നമുക്ക് ഇവിടെ വെക്കാം. ഗായ്സ് ഈ ഫ്ലാഷ് ഇങ്ങനെ അടിച്ച ആൾ മാറിത്തരും. ചിലതിലൊക്കെ ആൾക്കാർ മാറിത്തരുന്നുണ്ട്. കണ്ണുണ്ടാവില്ല, മഴയല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈത്രം ബസ് എടുക്കേണ്ടവരെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും അവനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. എന്നാൽ എല്ലാവരും കൂടി ഈ ബസ് ഒന്ന് റേറ്റ് ചെയ്യും. 10 ഔട്ട് ഓഫ് എത്ര കൊടുക്കാൻ പറ്റുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓ ഇടിച്ച് ശേ, നമുക്ക് വയനാട് ഇടിച്ച് പൊളിച്ചാലോ. അല്ല വ്യൂവേഴ്സ് കിട്ടും. ഓക്കെ, നേരത്തെ തന്നെ പോകണ്ട. ഇന്ന് ലൈറ്റൊന്നും ഇല്ലല്ലോ, പേടിക്കേണ്ട കാര്യം. നമുക്ക് ലൈറ്റൊക്കെ ഇനി വെക്കാം. അത് സെൻട്രൽ ഇൻഡിക്കേറ്റർ ആയിപ്പോയി നോക്കട്ടെ. എമർജൻസി ഇൻഡിക്കേറ്റർ. ആന്തപ്പത് സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് ഇട്ട് വന്നേ. ഓ ഉള്ളിലെ ലൈറ്റ് എത്തുവാടാ. ഒരു പ്രാവശ്യം നെക്കിയല്ലേ ഗൈസ്, ഒരു പ്രാവശ്യം നെക്കിയ ഉള്ളിലത്തെ ലൈറ്റ് എത്തും. വീണ്ടും നെക്കിയ പുറത്തത്തെ ലൈറ്റ് എത്തുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പം നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം എന്താ അവസ്ഥ നോക്കാം കേട്ടോ. ആരാണ് ഇടിക്കുന്നത് ഗൈസ്? കണ്ട എന്തായാലും ഒരു ഭംഗി. പിന്നെ ഇപ്പം കേരളത്തിൽ ഇറങ്ങുന്ന കുറേ റൂളുകളാണ്. വണ്ടിക്ക് വെള്ള പെയിൻ്റ് അടിക്കണം, അപ്പ് പെയിൻ്റ് അടിക്കണം, ബ്ലാക്ക് ഒന്നും അടിക്കരുത്, ഫുള്ള് വെള്ളയാക്കണം. മോഡിഫിക്കേഷൻ ഒന്നും പറ്റൂല, പാട്ട് പറ്റില്ല. കളറിൻ്റെ ഇതൊന്നും നമ്മളെ വയനാടിന് ബാധിക്കില്ല കേട്ടോ. അപ്പോൾ ഗൈസ് കേരളത്തിൽ പുതിയ റൂൾസ് വന്നല്ലോ, ബസ്സിന് എങ്ങനത്തെ കളർ വേണമെങ്കിലും അടിക്കാമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ കഴിച്ചലായി. അപ്പോൾ ഗൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിക്കാം. ഓക്കെ, ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് കണ്ടിന്യൂസ് പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരാട്ടെ. ഇപ്പോൾ ചെറിയൊരു അർജൻറ്റ് ഉണ്ടായിപ്പോയി. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ കൊണ്ടുവരാം. ഇവിടെ എൻ്റെ ബ്രദേഴ്സ് വിളിക്കുന്നുണ്ട് കേട്ടോ, കസിൻസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ ബൈ.